കല്യാണ വീടാണ് സീൻ. അവിടേക്കൊരു ഭാര്യയും ഭർത്താവും വിസിറ്റിനെത്തുകയാണ്. ഗസ്റ്റായ വീട്ടമ്മയെ ഓ മൈ ഗോഡ് ടാർഗറ്റ് ചെയ്യുകയാണ്. അവരെയാണ് പ്രാങ്ക് ചെയ്യേണ്ടത്. തുടക്കം മുതൽ വളരെ പവർഫുൾ ആയി തന്നെ ആർട്ടിസ്റ്റ് വിനിത സ്റ്റോറി ബിൽഡപ്പ് ചെയ്തു. അതിൽ കഥയിൽ ഇഴപിരിയാതെ നിശബ്ദ ഭാവങ്ങളിൽ കല്യാണ പെണ്ണായ പാറു. ക്ലൈമാക്സിന്റെ കരിമരുന്ന് ആദ്യമേ നിറച്ചു രജിത്ത് എന്ന ഗൃഹനാഥൻ. വെടിമരുന്നിനടുത്ത് സാബു എന്ന കാരണവർ തീപ്പെട്ടിയും കൊണ്ടുവച്ചു. പിന്നെ നടന്നത് ഓ മൈ ഗോഡ് ടീം പോലും പ്രതീക്ഷിക്കാത്ത സിനിമയെ വെല്ലുന്ന പ്രമേയത്തിലെ നാടകീയ രംഗങ്ങളായിരുന്നു. പറ്റിക്കാൻ വിളിച്ച വീട്ടമ്മ ഭർത്താവിന് പണ്ടൊരു അവിഹിതം ഉണ്ടായിരുന്നെന്നും അതിൽ ഭർത്താവിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഈ കല്യാണ പെണ്ണെന്ന് പറയുന്നു. വീട്ടമ്മ ആദ്യമായി ആ വിവരം കേട്ട് ഞെട്ടിയെങ്കിലും ഭർത്താവ് അങ്ങനെയുള്ള ആളെന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസം. അവരുടെ നിഷ്കളങ്കത ആ വിഷയം ഏറ്റെടുത്തു. പെണ്ണിന്റെ വളർത്തച്ഛനെ അഭിനയിച്ചത് രജിത്തും വളർത്തമ്മ ആർട്ടിസ്റ്റ് വിനീതയുമാണ്. ഒരു രക്ഷയുമില്ല ഓ മൈ ഗോഡ് ടീം. വളർത്തച്ഛൻ റിയൽ അച്ഛനോട്, അതായത് വന്നയാളിനോട് മോളുടെ കല്യാണത്തിന് ആവശ്യമായ ബാക്കി തുകയും സ്വർണവും നൽകാൻ ആവശ്യപ്പെട്ടു. 25 ലക്ഷം രൂപയും 5 പവന്റെ സ്വർണവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ വന്ന് കയറിയ ഉടൻ തന്നെ പാറു അടുത്ത് വന്ന് നൈസായി അവളുടെ അനുജത്തിയെ തിരക്കി. കുഞ്ഞാറ്റയ്ക്ക് സുഖാണോ? കേട്ടാ തോന്നും രക്തബന്ധത്തെ തിരക്കുന്ന ഉത്തരവാദിത്വവും സ്നേഹവുമുള്ള ഒരു ചേച്ചിയാണ് പാറുവാണ് കല്യാണ പെണ്ണ് കേട്ടോ. ഒടുവിൽ അവതാരികമാരെ കരയിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം ജീവിതകഥ പറയുകയാണ് വീട്ടമ്മ. കരയാനിരുന്ന നരിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ഞാനും കുറച്ച് കരഞ്ഞുപോയി കേട്ടോ. അത്ര മനോഹരമായിരുന്നു ഈ ഒരു കഴിഞ്ഞ ഞായറാഴ്ച അവർ ടെലികാസ്റ്റ് ചെയ്ത ഓ മൈ ഗോഡ് എന്ന എപ്പിസോഡ്. എന്തായാലും സസ്പെൻസ് പൊളിക്കുന്നില്ല. നിങ്ങൾ അത് പോയി കണ്ട് ആസ്വദിക്കൂ. ശരിക്കും ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇഷ്ടമുള്ളതിനോട് ഇഷ്ടം പറയുന്നു എന്ന് മാത്രം.